അവധിക്കാലത്ത് മലയാളികൾ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങൾ തിരഞ്ഞിറങ്ങുന്ന സമയത്ത് കാസർഗോഡിനൊരു ജനകീയ സഹകരണ ടൂറിസ്റ്റ് കേന്ദ്രം മുന്നോട്ടേക്ക് വെക്കാനുണ്ട്. ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ട പുളിയന്തുരുത്ത് കാഴ്ചകൾ കൊണ്ടും അതിസമ്പന്നമാണ്. കാണാം ഈ തുരുത്തിലെ വിശേഷങ്ങൾ. പൊലിയും തുരുത്തിലെ അത്ഭുത കാഴ്ചകൾ കാണാൻ ആദ്യമെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് സ്വാഗതമോതുന്ന മഴവിൽ പാലമാണ്. പാലം കടന്ന് തുരുത്തിലെത്തിയാൽ വിശാലമായ പാർക്കും ജലാശയവും. പയസ്വിനി പുഴയോരത്ത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ ചെറുദ്വീപിൽ സഞ്ചാരികൾക്ക് തങ്ങാനുള്ള കോട്ടേജുകളും തയ്യാറാണ്. അവധി ദിവസങ്ങളിൽ കാഴ്ചകൾ കണ്ടുല്ലസിക്കാനായി നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. എൻ്റെ റിട്ടയർമെൻ്റാണ് ഈ വർഷം. അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് സ്റ്റാഫ് ടൂർ പോകണം എന്ന് ചിന്തിച്ചപ്പോൾ, അതായത് തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ഭയങ്കര എക്സൈറ്റഡായി. പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള നല്ലൊരു വില്ലേജ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. യുവതയെ ആകർഷിക്കാനായി ക്യാമ്പ് ഫയർ സൗകര്യങ്ങളും ഇവിടെ അധികൃതർ ഒരുക്കി നൽകിയിട്ടുണ്ട്. കൂടെ എത്തുന്ന കുട്ടികളെ ഓർത്ത് മാതാപിതാക്കളും ടെൻഷൻ അടിക്കേണ്ട. ഞാനും എൻ്റെ അനിയനും ഇവിടെ വന്നിട്ട് നല്ല മകളെ രസിച്ചു, കളിച്ചു. ചന്ദ്രഗിരി എക്കോ ടൂറിസം സൊസൈറ്റിയാണ് ഈ മാതൃകാ പദ്ധതിയുടെ നടത്തിപ്പുകാർ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 115 കിലോമീറ്റർ അകലെയാണ് ഈ കാനന ദ്വീപ്. തീവണ്ടി മാർഗം വരുന്നവർക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്താൽ പൊലിയും തുരുത്തിലെത്താം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.